ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ക്രിസ്മസിന് പറ്റിയ 2 ഹെയർ ക്ലിപ്പ് ചെയ്താലോ? അതിനായിട്ട് ഞാൻ ഗ്രോസ് ഗ്രെയിൻ റിബണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 7 ഇഞ്ച് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇനി അത് നടുവേ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നടുവേ മടക്കുന്നത്. എന്നിട്ട് ഒരു ബോയുടെ ഷേപ്പാക്കി ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് ഒന്ന് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റി കെട്ടി കൊടുക്കുന്നുണ്ട്. ഗ്രോസ് ഗ്രെയിൻ റിബൺ കയ്യിലില്ലാത്തവർ റെഡ് കളർ സാറ്റൻ റിബൺ ഒക്കെ ഇല്ലേ, അതിലാണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ 2 പീസ് ഞാൻ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടെ കൂട്ടി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്ത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് അലിഗേറ്റർ ക്ലിപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പത്തിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിലും ചെയ്തെടുക്കാം. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് റിബണും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വീതി കൂടുതലായതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് രണ്ടറ്റവും. ഇനി അതിൻ്റെ ഒരറ്റത്ത് പശ തേച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലും കൂടി ഒരു അല്പം പശ തേച്ച് കൊടുത്തിട്ട് ചുറ്റിയെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ക്രിസ്മസിനൊക്കെ പരമാവധി ഓർഡറൊക്കെ പിടിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ, നിങ്ങൾ സെയിൽ ചെയ്യുന്നവരൊക്കെ. പിന്നെ സെയിൽ തുടങ്ങാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ കുറച്ചൊക്കെ ഓർഡർ കിട്ടുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു സമയത്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇനി അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഞാൻ ചാംസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ട്, അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഗ്രീൻ നല്ല മാച്ചായിരിക്കും. അത് ഞാൻ അതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, ഒരു ക്ലിപ്പ് റെഡിയായി. അടുത്തത് ഞാനൊരു ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഗ്ലിറ്റർ ഫോം ഷീറ്റ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ബോയുടെ ഒരു സ്റ്റെൻസിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെൻസിൽ ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഷേപ്പൊക്കെ കാണുമ്പോൾ ഒരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പറിലൊക്കെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഫോം ഷീറ്റ് പശയുള്ള ടൈപ്പായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ പശയുള്ള ടൈപ്പ് കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം പൗഡർ ഇട്ട് എല്ലായിടത്തൂടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ പശ അങ്ങ് പൊക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മുടിയിലൊക്കെ പശയൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ പൗഡർ ഇട്ടിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി അതിൻ്റെ രണ്ടറ്റത്തും പശ തേച്ച് ഇതുപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൻ്റെ പാട്ടാണ് കേട്ടോ ഇടയ്ക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് ഞാനൊന്ന് അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് പശയൊന്ന് ഉണങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. അല്പസമയം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അത്യാവശ്യം ഉണങ്ങി കിട്ടും. ഇനി ആ അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഗ്ലിറ്ററുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഫോം ഷീറ്റ് വൈറ്റ് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് പശ തേച്ച് അലിഗേറ്റർ ക്ലിപ്പിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനുണ്ടാക്കിയ ഇതുപോലത്തെ ഐറ്റംസൊക്കെ വേണമെന്നുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം. അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ ബീഡ്സ് ഹെയർ ബാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതും വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഞാൻ 120ൻ്റെ ഒരു കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു കുഞ്ഞ് സ്റ്റാറും കൂടെ ഞാൻ വൈറ്റ് കളർ ഫോം ഷീറ്റിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ബോയുടെ സൈഡിലായിട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. സ്റ്റാറോ ചെറിയ ട്രീ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.